നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ എല്ലാമായ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബിച്ചുകോട്ട് ചേട്ടാൻ, പ്രസാദ് ചേട്ടാ, സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ കുടുംബമാണ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. ആളെ ഇറക്കാം. ശ്രീജു ഉണ്ട്, സൈചേട്ടനുണ്ട്, ദീപ്തി ഉണ്ട്. ഒരു നല്ല ഗൈഡ് ഇല്ല, നടക്കത്തില്ല. നിങ്ങൾ എനിക്ക് ഇന്നാണോ കാറ് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിരുന്നത്? ഇന്നാണോ? അതെ. പക്ഷെ അത് കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ ഇതിന് വേണ്ടിട്ടൊന്ന് മെനക്കെട്ട് നിൽക്കായിരുന്നു. അത് മാത്രമല്ല, ഈ ലംബോർഗിനി എന്ന് പറയുന്ന കാറുണ്ടല്ലോ, ഇവിടെ ഏതോ ഒരു ചെറുക്കനുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോ. പേര് പൃഥ്വിരാജ് എന്ന് അങ്ങനെ എന്തോ ആണ് പേര്. അതെ, എനിക്ക് വേണ്ട. ഒരാൾ ഉപയോഗിക്കുന്ന സാധനം എനിക്ക് വേണ്ട. എനിക്ക് വെറൈറ്റി ആണ് വേണ്ടത്. സാറേ, അത് പഴയ മോഡലാണ് സാർ. സാറിന് തരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ലംബോർഗിനിയാ. ആണാ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും എടുക്കാം. ഓക്കെ സാർ. പക്ഷെ ഇന്ന് തന്നെ കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവരാം സാർ. എന്റെ വണ്ടിയുടെ നമ്പര് ഒന്ന് എന്റെ ഫേവറേറ്റ് നമ്പർ. ആയിക്കോട്ടെ. അല്ല, ഇത് എത്ര മൈലേജ് കിട്ടും? 5. വേണ്ട. 5 എനിക്ക് വേണ്ട. എനിക്ക് 1 കിലോമീറ്റർ മൈലേജ് മതി. എന്റെ ഒരു പണമുണ്ട്. ഞാൻ കോടീശ്വരനാണ്. ഞാൻ പെട്രോൾ അടിച്ച് ഓടിച്ചോളാം. എനിക്ക് നിങ്ങളെ അവസരം വേണ്ട. സാറേ അപ്പൊ അങ്ങനെയുള്ള വണ്ടി തന്നെ സാറിന് തരാം സാർ. ഓക്കെ. സാറേ, പിന്നെ ഇത് വണ്ടി തന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ സർവീസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് സാറിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും. 10ൽ 10 റേറ്റ് കൊടുത്തേക്കണേ സാറേ. ഇല്ല. 10ൽ 10 ഞാൻ ആർക്കും കൊടുക്കില്ല. ഞാൻ 5 തരത്തുള്ളൂ. സാറ് കോടീശ്വരനല്ലേ സാറേ? എന്താ പറഞ്ഞ? കോടീശ്വരനല്ലേ സാർ? ഒന്ന് അതാ പിന്നെ ഒരു 10 ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളൂ. 10 തന്നോളാം കേട്ടോ. അപ്പൊ ബുക്ക് ചെയ്യണം സാറേ. ബുക്ക് ചെയ്തോളൂ. അപ്പൊ ഒരു OTP വരും. എപ്പോ ഇന്ന് വരുമോ? അല്ല, നിങ്ങളെ ബോസാണോ OTP എന്ന് പറഞ്ഞത്? അല്ലല്ല, പിന്നെ ഫോണിലൊരു OTP വരും സാർ. OTPയോ? ഒരു OTP വരുള്ളൂ? ഇല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് വരും സാർ. ഇടയ്ക്കിടയ്ക്ക് വരുമോ? അപ്പൊ പിന്നെ ഞാൻ ഒരാളെ ശമ്പളത്തിന് നിർത്താം. ഇത് വിളിച്ച് പറയണ്ടേ OTP? ഒരു പാവപ്പെട്ടവന് ജോലിയാവും. എന്റെ ഇഷ്ടംപോലെ പണം ഉണ്ടല്ലോ. ഓക്കെ സാർ. ഓക്കെ. ദൈവമേ, ഒരു കോടീശ്വരന്റെ കാര്യം. അയ്യോ, ഭാര്യ. ഇനി കോടീശ്വരൻ അല്പസമയം മാറ്റി വെച്ചിട്ട് സ്നേഹനിധിയായ ഭർത്താവ്. അയ്യോ, ഇത് ആരാ? അയ്യോ, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ ചേട്ടന്റെ ഭാര്യ. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. സാരി ഉടുത്ത് വന്നപ്പോ ഭയങ്കര സുന്ദരി. അല്ല, അപ്പൊ എന്നെ സാരി ഉടുത്താൽ മാത്രമേ ഞാൻ സുന്ദരിയാവുള്ളൂ? ആര് പറഞ്ഞ്? സാരിയിലായിരുന്നാലും നൈറ്റിയിലായിരുന്നാലും ചുരിദാറായിരുന്നാലും നീ സുന്ദരിയാണ്. ഭയങ്കര സുന്ദരി. എവിടെ പോകുന്നു? ഞാൻ അമ്പലത്തിലേക്ക്. അമ്പലത്തിൽ പോകണോ? എങ്ങനെയാണോ സാരി ഉടുത്തോണ്ട് പോയത്? എന്താ ഏട്ടാ? ഞാൻ അങ്ങോട്ട് ഞൊറിയൊക്കെ ഇങ്ങനെ നേരെ വെക്കണ്ടേ? അയ്യോ, ഇല്ല, അവരൊക്കെ കാണണ നോക്കണ. എനിക്ക് ഇല്ല, അവരൊക്കെ നോക്കണ നാണോ. അവര് നോക്കാനൊന്നുമില്ല. അവര് വീട്ടില് ഭാര്യമാർക്ക് സാരിക്ക് ഞൊറിയൊക്കെ പഠിക്കും. പോയൊരു പോക്ക് നോക്ക്. ഹോട്ടലിൽ പ്ലേറ്റ് എടുത്തോണ്ടിരുന്ന ചേട്ടൻ ഇപ്പൊ സാരിയുടെ പ്ലേറ്റ് എടുക്കണ്. അതൊക്കെ എന്തിനാ കൂടെ എന്നെ ഓർമ്മിപ്പിക്കാൻ? ചുമ്മാ പറഞ്ഞല്ലേ. ഞാനേ അമ്പലത്തിൽ വിട്ടുതരാം. ഇല്ല മക്കളെ, ഇത് ആര് വാങ്ങിയ സാരി? ഇത് അമ്മ മേടിച്ച സാരി. എത്ര രൂപ ഇത്? ഇതിന് 1,800 രൂപ ഉണ്ടാവും. ഞാൻ എന്റെ പൊന്നിന് 5,000 രൂപ 10,000 രൂപയുടെ കാഞ്ചീപുരം സാരി വാങ്ങി വെച്ചിട്ടില്ലേ മക്കൾ? അത് എടുത്തോണ്ട് പോണ്ടേ? ചേട്ടാ, അമ്പലത്തിൽ ചെല്ലുമ്പോ കരിയും ഇത് എണ്ണയൊക്കെ ആയി കഴിഞ്ഞ സാരി കേടായി പോകും. പിന്നെ ഇത്രയും വിലയുടെ സാരിയൊക്കെ കളയാനേ പറ്റുള്ളൂ. കളയണം. ഞാൻ വാങ്ങിത്തരും. 1 അല്ല 10 ഞാൻ വാങ്ങിത്തരും. പണം ഉണ്ടല്ലോ. 5,000-ന്റെ 10,000-ന്റെ ഒക്കെ സാരി എങ്ങനെ കളയാനാ? പൊന്നു മക്കളെ, 10,000-ന്റെ അല്ല 50,000-ന്റെ. അല്ല, ഇതേത് ചെരുപ്പാ? ഇതേത് ചെരുപ്പാ? 150 രൂപയുടെ ചെരുപ്പ്. ഈ 150 രൂപ ചെരുപ്പിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. 5,000 രൂപ ചെരുപ്പ് ഞാൻ വാങ്ങി വെച്ചിട്ടില്ലേ? അതെടുത്തിട്ടോണ്ട് പോണ്ടേ? ചേട്ടാ, നമ്മൾ അമ്പലത്തിൽ ചെന്ന് തൊഴുതിറങ്ങി കഴിയുമ്പോ ഇതൊക്കെ ആരെങ്കിലും എടുത്തോണ്ട് പോകും. പിന്നെ ഇത്രയും വില കൂടിയ ചെരുപ്പൊക്കെ പോവൂലേ? അങ്ങനെയാണെങ്കിൽ അകത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോ 2 തരം പ്രാർത്ഥന വേണം. എന്തൊന്ന്? ഒന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത് ചെരുപ്പാരും എടുത്തോണ്ട് പോവല്ലേ എന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം. അതെയാ? പിന്നെ മറ്റേ ആ പച്ച സാരി കൊടുത്തിരിക്കുന്ന ചേച്ചി ഉണ്ടാ? ആ ചേച്ചി ഇന്നലെ അയൽക്കൂട്ടത്തിൽ ചെന്നപ്പോ പറഞ്ഞെന്ന്, നമ്മുടെ വീട്ടില് ഭയങ്കര സ്നേഹവും ഒത്തൊരുമയാണ്, കാശുണ്ടെന്നുള്ള ഒരു അഹങ്കാരമാണ്, ഇവര് തല്ലു പിടിക്കൂല, വഴക്കൂടില്ല, അങ്ങനെ എന്തൊക്കെയൊക്കെയോ അവരൊക്കെ പറഞ്ഞെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ പലതും പറയും. നമ്മൾ എന്തിനാ മക്കളെ പിണങ്ങുന്നേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ വലിയൊരു ആഗ്രഹമാണ്. പറഞ്ഞോ, ഞാൻ സാധിച്ചോ. ഞാൻ പണക്കാരനാണല്ലോ. നമുക്കൊന്ന് തല്ലു പിടിക്കണം. കണ്ടുപിടിക്കാനാ? എന്നെ ഒന്ന് ചീത്ത പറയോ? എന്തിന് എന്റെ പൊന്നു മക്കളെ? നമ്മൾ വല്ലവർക്കും വേണ്ടിട്ട്. പൊന്നെ, 2 ചീത്ത പറവൻ എന്റെ ഒരു ആഗ്രഹം കൊണ്ടല്ലേ. നീ പോയ വെറുതെ. ഞാൻ വെറുതെ തമാശക്ക് പോലും ഞാൻ നിന്നെ ഒന്നും പറയത്തില്ല. ഇല്ല മക്കളെ, ഒരു കാരണം പിണങ്ങത്തില്ല. എന്തിനാ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ.
കഴിഞ്ഞ ദിവസമില്ലേ ചേട്ടന്റെ 10,000 ഷൂ വീടിന്റെ വാതിക്കിട്ടില്ലേ ഒരു പിച്ചക്കാരൻ വന്നിട്ട് സഞ്ചിയിൽ എടുത്തിട്ടുണ്ടോ ഞാൻ കണ്ടായിരുന്നു. എന്റെ ശ്രദ്ധക്കുറവുകൊണ്ട് അയാൾ ആ ഷൂ കട്ടുണ്ട് പോയത്. ഞാൻ മനഃപൂർവ്വം അയാളിൽ ഇല്ലാഞ്ഞിട്ടല്ലേ? അയാളൊരു പാവപ്പെട്ടവനല്ലേ? അയാളിൽ ഇല്ലാഞ്ഞിട്ട് എടുത്തല്ലേ? നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ട്. അപ്പൊ നീ ഒരു 5,000 അലമാരന്ന് എടുത്തു കൊടുക്കാത്തത് പാവം അവൻ ഇല്ലാത്തോണ്ടല്ലേ? എന്തിനാണ് അതൊക്കെ? പോട്ടെ, ക്ഷമിച്ചോളാം. ഇല്ല, എന്തിനാ മക്കളെ? അവനല്ലേ തെറ്റ് ചെയ്തത്. പോട്ടെ, ഞാൻ ക്ഷമിച്ചു. പോട്ടെ. എന്നാലും എന്റെ പൊന്നേ, ഇത്ര സ്നേഹം ഉണ്ട് എന്നോട്. ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ? എന്റെ ചക്കര കുട്ടനല്ലേ? എന്താ കാണിച്ചേ? എന്താ? ഞാൻ ഇങ്ങനെ എന്റെ പൊന്നല്ലേ എന്നിങ്ങനെ ആ കൈ ഒന്ന് കാണിച്ചേ. ദേ, ഈ നാം കയറിക്കൊണ്ടത് ഇവിടെ മുറിഞ്ഞോണ്ടോ? ഒന്നും പറ്റില്ല. സെപ്റ്റിക് ആവൂലേ? സെറ്റപ്പ് ആയിട്ട് നല്ല സുന്ദരമായിട്ടിരിക്കണം. പറഞ്ഞത് ഇത് സെപ്റ്റിക് ആവത്തില്ലേ എന്ന്. ഒന്നും കുഴപ്പമൊന്നും പറ്റില്ല. കുഴപ്പമില്ലാന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ നാം കയറി എന്റെ കൂടെ കണ്ണിലെല്ലാം കൊണ്ടിട്ട് സെപ്റ്റിക് ആയിട്ട് തലച്ചോറിൽ കയറി ഞാൻ എവിടെയെങ്കിലും ഉരുണ്ട് വിടുന്ന് ചത്തു കഴിഞ്ഞാൽ നിനക്ക് വേറെ കട്ടി പോണം. അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. എന്തിനു നിങ്ങൾ എന്നെ ഇങ്ങനെ ഇട്ട് വിഷമിക്കണം? ഞാൻ മനഃപൂർവ്വം പ്രാങ്ക് ഞാൻ പറ്റിച്ചതാണ്, അഭിനയിച്ചത്. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? എന്തൊരു നാച്ചുറാലിറ്റി. സിനിമയിലൊന്നും അഭിനയിക്കാൻ പോരുതട്ടാ. കമലഹാസൻ വീട്ടിരിക്കേണ്ടി വരും. ഞാൻ അമ്പലത്തിൽ വിട്ടുതരാം. മക്കളെ എങ്ങനെ പോന്നെ? എനിക്ക് നടന്നു പോവാൻ ഇഷ്ടം. ഇങ്ങനെ എല്ലാരും കാണിക്കും ഇങ്ങനെ അന്നമനടയായിട്ട് പോവാനായി. അയ്യോ, ഇത് അന്നനടയല്ല, ഇതാണ് പന്നനട. ഈ പന്നനട നാട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ വണ്ടി. നീ ഒരു കാര്യം ചെയ്യും, നമ്മളെ BMW എടുത്തോണ്ട് പോകും. BMW എനിക്ക് ഇഷ്ടമല്ല. എന്താ ഇത്ര വലിയ പ്രത്യേകത? BMW എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം അറിയാമോ? ബ്യൂട്ടിഫുൾ മൈ വൈഫ്. അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിയിട്ടിരിക്കുന്നത്. നീ അതിൽ പോയാ മതി, ഭയങ്കര വൈരാ. അതിൽ പോകാം, പക്ഷേ എനിക്കിഷ്ടം മറ്റേ ഇങ്ങനെ മുറുക്ക് കൊടുത്തു വെച്ച പോലത്തെ ഇതുള്ള വണ്ടിയില്ല. എനിക്ക് അതാ ഇഷ്ടം. ദൈവമേ, ഓടി വണ്ടിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എന്റെ പൊന്നു മക്കൾ BMW പോയാ മതി. കുടിച്ചു പോണേ വണ്ടി കേട്ടോ. ശരി പൊന്നെ, ശ്രദ്ധിക്കണേ. ശരി പൊന്നെ, പോയിട്ട് വരാവേ. ഐ മിസ് യു. വരാവേ. ശരി പൊന്നെ, ചേനെ, കരളെ, ചക്കരെ, പണ്ടാരം അടങ്ങാൻ വേണ്ടിയിട്ട് പോയി തന്നെങ്കിൽ മതിയായിരുന്നു. എന്തെല്ലാം സഹിക്കണം. കുറച്ച് പണം ഉണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിനെ ദിവസം ചെയ്യുമായിരുന്നു. എന്തോ എനിക്കിത്തിരി സ്നേഹിക്കാനും പുന്നരിക്കാനും വേണ്ടിയിട്ട് മറ്റേ ഫോൺ അവിടെ. ഇനിയല്ലേ സെറ്റപ്പ്. ഹായ്. ഏനെ ഞാനോ മെലിഞ്ഞെന്നോ? ഞാനിപ്പോ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നേ. അയ്യോ സെറ്റപ്പാ. നീ പറഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പൊ ഡെയിലി ജിമ്മിലൊക്കെ പോകും. സത്യം. ഇങ്ങോട്ട് നോക്കും മസിൽ എങ്ങനെയുണ്ട്? പോവാം, കോളത്തൊക്കെ പോവാം. രാത്രി എങ്ങനെയാ വിളിക്കുന്നേ? ഞാൻ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ കൂടെ അവള് ഉറക്കം എണീക്കും. ഗംഗ എന്ന് പേരില്ലാന്നേ ഉള്ളൂ. എന്റെ ഉറക്കത്തിന്റെ ആഴം അവ കളക്കാൻ പറ്റും. സത്യം. ഗിഫ്റ്റാ? അയ്യോ, ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കാൻ സമയം വേണ്ടേ മക്കളെ? ഇനിയാണത് നോക്കാം. അവള് പോകാൻ വേണ്ടിട്ട് കാത്തിരുന്നതാ കാലത്തി. നീ നില ഗിഫ്റ്റ് എടുക്കാം. ഗിഫ്റ്റ് ഇതോ. അയ്യോ, വലിയ ഗിഫ്റ്റ് ആണല്ലോ. എന്താ സംഭവം നോക്കട്ടെ. അയ്യോ, ഇതോ 1,00,000 രൂപയുടെ 1,00,000 രൂപയുടെ കുപ്പിയൊക്കെ എനിക്ക് എന്തിനാ മക്കളെ സമ്മാനമായിട്ട് തരുന്നേ? ഞാൻ ഇനി 2,00,000 രൂപയുടെ സമ്മാനം അങ്ങോട്ട് തരുന്നുണ്ട്. ഞാൻ അടിക്കൂലെന്നാ ഇവരടുത്ത് പറഞ്ഞേക്കുന്നേ. ഇനി അടിക്കാം, 2 അടിക്കാം. നീ തന്നല്ലേ? നീ തന്നിട്ട് ഞാൻ തരാം. ഇവിടെ ആരും ഇല്ലാന്ന് ഓർണെന്താ? ഇതാരാ അവിടെ TV രസം? എന്താ രാവിലെ നിക്കറൊക്കെ ഇട്ടോണ്ടിരിക്കുന്നു. ഞാൻ ഇച്ചിരി വർക്കൗട്ട് ചെയ്യായിരുന്നു. എന്ത് കുഴപ്പം? ആര്? ഫോണിലാര്? അതെ, ഫോണില് വൈഫ്, ഭാര്യ. നിന്റെ? ഇപ്പൊ കാറെടുത്ത് അങ്ങോട്ട് പോയാര്? കാറിൽ പോയാൽ എന്തായാലും വിളിക്കാൻ പറ്റൂലേ? ആരെന്ന് പറ. ആരും ആയിക്കോട്ടെ. നിനക്കെന്താ സംഭവം? ഇതെന്താ ഇത്? അതോടെ ഇത് 1,00,000 രൂപയ്ക്ക് എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാ. 1,00,000 രൂപ മതിയോ? 1,00,000 രൂപ മതിയോ? അത് ഒന്നളിയാ, ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചിട്ടില്ല. എനിക്ക് ഒരു 2 ബെക്ക് താളിയാ. ഇതിന് 2 ബെക്കാ തരത്തില്ല. നീ ചുമ്മാ ആവശ്യമില്ല പോയ. ഇതിന് ഒരു ബെക്കിന് 10,000 രൂപ വിലയുണ്ട്. അവന് ഒരു ബെക്ക് കൊടുക്കുക തരത്തില്ല. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പഴയ റമ്മിന്റെ അടുത്ത് തരാം. പഴയൊന്നും വേണ്ട, എനിക്ക് ഇതിൽ 2 ബെക്ക് താ. അല്ല, നിനക്കെന്തിനാണ് ഇത് തന്നെ വേണം നിർബന്ധം? ഒരു ഫ്രഷ് സാധനം ഞാനിവിടെ അടിക്കിട്ട്. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട. എന്താ കളിയാ? ഇല്ല തരത്തില്ല. ഇതും തരത്തില്ല. നീ എന്തിനാ കാര്യം വന്ന അത് പറയണേ. ഒരു 2,000 രൂപ കടം താളിയാ. 2,000 രൂപ കടം ചോദിക്കാൻ വന്നു. എന്തിനാ വല്ലവന്റെ അടുത്ത് ഞാൻ 2,000 ഗുണയൊക്കെ ഇങ്ങനെ കടം ചോദിച്ചാണ് നടക്കണത്?
എന്നാ നീതാ 2000 ഫ്രീ ആയിട്ട്. 2000 ഞാൻ ഫ്രീ ആയിട്ട് തരാനോ? ഇപ്പൊ ഒരു ഞെട്ടൽ വന്നില്ലേ? ആ 2000 ഇതാ. ഇല്ല ഞാൻ തരത്തില്ല നീ ചുമ്മാ പോയെ. അളിയ 2000 രൂപ ചോദിക്കുന്നു. ഇല്ലാന്ന് പറഞ്ഞില്ല. ഇല്ല തരത്തില്ല ഇവ ശരിയാകത്തില്ല. നിനക്ക് എന്തുണ്ട് 2000 രൂപ? അച്ഛ ആശുപത്രിയിൽ. എന്നാ ഒരു 500 രൂപ തരാം. അവരരക്കല്ലേ തയ്യുള്ളൂ. അച്ഛ അരക്ക് താഴെ തളം നിറക്കണ അളിയാ. ഒരു 2000 രൂപ അളിയ എന്തോ അളിയാ. ഇല്ല നിന്റെ ഉടായ്പും കൊണ്ടുപോ. നീ സ്ഥിരം പരിപാടി ജോലിക്കും കൂലിക്കും പോകത്തില്ല. ഇവിടെ വന്ന് നീ കൂടെ പഠിച്ചു എന്നുള്ള ഒരൊറ്റ ബന്ധം കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തൊന്നും പറയാതെ കേട്ടോ. അതെനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ മറ്റേ പഴയ കഥ നിക്കറിന്റെ കഥയൊക്കെ ഞാൻ പറയൂലേ. നിക്കർ ഇത് ഈ സംഭവം നീ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു നിക്കർ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ എന്റെ നിക്കറില് ഒരു പഴുതാര ടാറ്റു അടിച്ചു. അതാണ് ഇത്ര വലിയ കുറ്റം. എന്നാലും മോള് കയറി നിക്കർ നീ തച്ചിട്ടെന്ന് പറയരുത്. ടാറ്റു നിനക്ക് ഞാൻ ഒരു 1000 രൂപ തരും. ഇത് നിന്റെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിട്ടല്ല. ഈ നിക്കർ കഥ ഇനി ആരും പറയാതിരിക്കാനാ. ഓക്കെ, കണക്ക് നോക്കുകയാണെങ്കിൽ നീ എനിക്ക് പൈസ ഇങ്ങോട്ട് തരാണ്ട്. പൈസ തരണം. എടാ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ പ്രാവിന്റെ കുഞ്ഞ് തരാന്ന് പറഞ്ഞോണ്ട് നീ എന്റെ പൈസ വാങ്ങിച്ചാ ഓർമ്മ. ഓ അതെല്ലാം മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ നീ എനിക്ക് പൈസ തരാണ്ട്. ഞാൻ അങ്ങനെ പൈസ തരാണ്ട്. സ്കൂളിൽ പഠിച്ചപ്പോ ദിനോസറിന്റെ കുഞ്ഞിനെ തരാന്ന് പറഞ്ഞിട്ട് 10 രൂപ വാങ്ങിച്ചില്ല. വാങ്ങിച്ചില്ലേ? എന്നിട്ട് കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ നീ തോന്നുന്നു മാവിന്റെ മൂട്ടി കെട്ടിയിട്ടിരുന്ന ആരും അയച്ചോണ്ട് പോയിരുന്നു ദിനോസറിന്റെ കുഞ്ഞിനെ. 1010 രൂപ. ആ 10 രൂപ കൂടെ ചേർത്ത് ഞാൻ അങ്ങ് തരും. ഇനി യാതൊരു ബന്ധമല്ല. നീ ചുമ്മാ 2000 രൂപ തികച്ച് താളിയാ. തരത്തില്ല. ചേട്ടാ ബ്യൂട്ടിഫുൾ വൈഫ് ആക്സിഡന്റ് ആയി. അയ്യോ, എന്നിട്ട് മക്കൾക്കൊന്നും പറ്റില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷേ കാർ ഇടിച്ച്. BMW? എങ്ങനെ? ഞാൻ അമ്പലത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് കൽവിളക്ക് കണ്ടപ്പോഴത്തേക്ക് ചെറുമീന്ന് കൈവിട്ടിട്ട് ദൈവമേ എന്നെ കാത്തോണേന്ന് പറഞ്ഞില്ല. കാർ ചെയ്ത് നേരെ ഒറ്റയടി ആൽമരത്തിട്ട്. എന്റെ മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ. ദൈവം ആ രീതിയിൽ കാത്തല്ലോ. അല്ല, ഞാൻ എന്നെ മാത്രം കാത്തോണേന്ന് പറഞ്ഞ കാറിന്റെ കാര്യം പറഞ്ഞില്ല. അതായിരിക്കും പോട്ടെ. നമുക്ക് വേറെ എന്ത് വേണോ വാങ്ങ. എത്ര കാറ് വേണം? ഞാൻ മക്കൾക്ക് വാങ്ങിച്ചു 4-5 കാറ് വാങ്ങിച്ചു. ടെൻഷൻ അടിക്കണ്ടേ. ഇതാരാ? ഇതെന്റെ പരിചയത്തിലുള്ള ഒരു പഴയ ഗതിയില്ലാത്ത ഫ്രണ്ടാ. അതെ, ആ പേരെന്തായിരുന്നു? രതീഷ് നമ്പ്യാർ. എന്താ ചെയ്യണത്? എന്ത് ചെയ്യണേ? എന്ത് ബിസിനസ് ആണ്? ബിസിനസ് കയറ്റുമതി ഇറക്കുമതി. അതെല്ലേ? എന്തായിരുന്നു വന്നത്? ഒരു ചെറിയ സാമ്പത്തിക ഇടപാട്. നമ്മൾ തമ്മിലുള്ള ചെറിയൊരു സാമ്പത്തിക ഇടപാട്. കാശ് വല്ലതും കൊടുക്കാനുണ്ടായിരുന്നു? ഇല്ല, ഞാൻ അവന് മക്കൾ എന്തിനാ ഇതിൽ ഇടപെടുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഇതാരുടെ ഫോണാ ഇത്? ചേട്ടന്റെ ഫോണല്ല, നിന്റെ ഫോണാണ് ഇത്. പിന്നെ ഞാൻ ഫോൺ കൊണ്ടുപോയില്ല. അത് പറ. ഇത് ഇവന്റെ ഫോണാ. ഇത്രയും വില കൂടി ഫോണൊക്കെ മേടിക്കൂലേ? നിന്റെ ഫോണാ. വെച്ചോ വെച്ചോടാ. എന്റെ ഫോൺ 2000 വെച്ചോടാ. എന്റെ ഫോണൊന്നുമല്ല, നീ എന്റെ കൂടെ തന്ന. എടാ, ഇത് എന്റെ ഫോണാ. ഇത് എനിക്ക് നിനക്ക് അറിയുള്ളൂ. പക്ഷെ അവക്കറിയത്തില്ല. ദൈവം കുടുംബം തുലയ്ക്കരുത് പ്ലീസ്. 2000. പിന്നെ എന്റെ ഫോണാ. ഇതെന്റെ ഫോണാ. ചന്ദന തൊട്ടില്ല. എല്ലാം നീ കാത്തോളേ. പിന്നെ കാശ് തരാനുണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എത്ര രൂപയായിരുന്നു? 2 ലക്ഷം. 2000 അല്ല 2 ലക്ഷം. എനിക്ക് മനസ്സിലായില്ല. ഇത് 2000ന്റെ നോട്ട് നിർത്തലാക്കാതിരുന്നെങ്കിൽ അതിന്റെ കെട്ടെടുത്ത് വെച്ച് കൊടുത്തൂടായിരുന്നു 2 ലക്ഷം രൂപ. ഈ വീടിന്റെ അകത്ത് ഇത്രയും കാശിരിക്കും. ഈ കണ്ടവരടുത്ത് നിന്ന് കടം മേടിച്ചു വെക്കേണ്ട കാര്യമുണ്ടാ? അതങ്ങോട്ട് കൊടുത്തു തീർത്താ പോരെ? 2 ലക്ഷം ഞാൻ ഇപ്പൊ എടുത്തിട്ടുണ്ട് കേട്ടാ. വേണ്ട, മുതൽ മാത്രം മതി. 2 ലക്ഷം ഞാൻ കൊടുക്കാന്ന്. 2 ലക്ഷം രൂപ നീ ഒറ്റ അടിച്ച് നീ എന്നെ ചതിക്കാന്ന് പരിപാടിയാണോ? നിനക്ക് 2000 രൂപ തരാനുള്ളത്. നീ കുടുംബം കലങ്ങി പോ. നീ അവളെ പൈസ നിനക്കെന്താ ഈ ഫോൺ കാണിക്കട്ടെ. ഫോൺ കാണിക്കും. അയ്യോ, ഇവന്റെ ചില നേരത്തെ തമാശ കേട്ട് കഴിഞ്ഞാ ഒറ്റയടിക്ക് കൊല്ലാൻ തോന്നും. എന്ത് തമാശ പറഞ്ഞ എന്നോടും കൂടി ഒന്ന് പറയോ? ഞാൻ പറഞ്ഞ നീ ഒറ്റയടിക്ക് അവനെ കൊല്ലും. അതെ, പിന്നെ കാശ് രതീഷ കാശ് 2 ലക്ഷം രൂപ വരവ്. അപ്പൊ പെങ്ങളെ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ നാളെ രാവിലെ വീട്ടിൽ കൊണ്ട് തന്നാ പോരെ? എന്തിന്? ബുദ്ധിമുട്ടാവൂലേ നിനക്ക്? ഇതാവുമ്പോ ഞങ്ങൾക്ക് കൊണ്ടുപോകല്ലേ. ഇപ്പൊ വന്നല്ലേ? നമ്മള് കൊടുത്ത കാശല്ല തിരിച്ചു ശരി ഏട്ടാ. ശരി. അയ്യോ ചേട്ടാ, കുപ്പിയാ ചേട്ടൻ കുടിക്കൂലല്ലോ. പിന്നെ ഒരു കുപ്പി. ഇത് നമ്മുടെ വീട്ടിലെവിടെന്നാ? പറഞ്ഞോലെ ഞാൻ കുടിക്കത്തില്ല. പിന്നെ ഇത് ആരും ഇവിടെ ഈ കുപ്പി കൊണ്ടുവച്ചു? സോറി. അയ്യോ രതീഷിന്റെ സംഭവം എന്താണെന്നറിയോ? എനിക്ക് ഒരാള് ഒരു ഗിഫ്റ്റ് തന്നു. 1 ലക്ഷം.
ഒരാള് 1.5 ലക്ഷം രൂപ ഗിഫ്റ്റ് തരുമ്പോ നമ്മൾ 2 തിരിച്ചു കൊടുക്കണമല്ലോ. പിന്നെ? ഓരോത്തിന് പെഗ്ഗിന് 10,000 രൂപ ഉണ്ട്. അതെയാ? നീ അടിക്കൂലല്ലോ. ചേട്ടൻ കഴിക്കൂല. നിനക്ക് ചേട്ടൻ കഴിക്കൂല. കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അതെയാ? അതെ അതെ കുഴപ്പമൊന്നുമില്ലല്ലോ. വെള്ളം അടിക്കാൻ തോന്നുകയാണെങ്കിൽ പഴയത് എവിടെയെങ്കിലും കാണും. എടുത്ത് വെച്ച് കുടിച്ചോ. ഞാൻ കുടിക്കത്തില്ല ഒരു ചെറുത് വെച്ചേക്കണേ. ഞാൻ മാത്രം നിനക്ക് തരും. അയ്യോ ഫോൺ അടിക്കാൻ ചേട്ടാ, ഫോൺ അടിക്കുന്നതേ. വലിച്ച്. ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി. രതീഷേ പോലെ ഫോണ് ബെല്ലടിക്കണുണ്ടേ. ആരോ എന്റെ ഫോണാ. മൈ ഹാർട്ട് ഭാര്യ എന്ന് വന്നിട്ട് എടുക്ക്. അതെ കട്ടിയത് കളയടാ. അയ്യേ, നിങ്ങൾക്ക് കാണില്ല അവന്റെ ഭാര്യ എടി നമ്മൾ 3 പേര് സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ ഫോൺ വിളിക്കുന്നത് മോശമല്ലേ? എന്ത് മോശം? രതീഷേ നീ കട്ട് ചെയ്യ്. ചോദിക്കട്ടെ. ഞാൻ പൊട്ടത്തിയൊന്നുമല്ല. ഞാൻ കുറെ നേരം ഇവിടെ കിടന്ന് കാണുന്നത്. ഞാൻ അവന് കാശ് കൊടുത്ത നേരത്തെ നിങ്ങൾ പറഞ്ഞു എന്തിനാ കാശ് കൊടുക്കണെന്ന് പറഞ്ഞു. ആ കുപ്പി കൊടുത്തപ്പോ കുപ്പിയുടെ കാര്യത്തിലും കയറി ഇടപെട്ട് ഫോൺ വന്നപ്പോ അത് കട്ടിയ എന്തോ ചുറ്റിക്കളിയുണ്ട് ചേട്ടാ, എന്തോ ചുറ്റിക്കളിയുണ്ട്. എനിക്കറിയാം, എനിക്ക് ഉറപ്പാണ്. എന്റെ പൊന്നേ, എനിക്ക് ഒരു ചുറ്റിക്കളിയല്ല. ഈ സത്യമായിട്ട് ഒരൊറ്റ ചുറ്റിക്കളിയല്ല. സത്യം കണ്ടാ പല്ലി ചലച്ചത് കണ്ടാ? പല്ലിയലത്തല്ല, പിന്നെ അവൻ അവന്റെ ഭാര്യക്ക് ഉമ്മ കൊടുക്കണില്ലേ? എന്തോ എടാ രതീഷേ, നീ മര്യാദക്ക് കോള് കെട്ടി. സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും എനിക്ക് ചേട്ടൻ എപ്പോഴും പറയില്ല എനിക്ക് വേറെ കൂട്ടുകാരികളില്ലെന്ന്. എനിക്ക് രതീഷിന്റെ ഭാര്യ സംസാരിക്കണം. രതീഷിന്റെ ഭാര്യ സംസാരിക്കണം. നീ രതീഷിനെ ഇപ്പൊ കണ്ടല്ലേ ഉള്ളൂ, മുമ്പ് പരിചയമില്ലല്ലോ. ഇല്ല, പരിചയമില്ല. രതീഷിന്റെ ഭാര്യ നീ കണ്ടിട്ട് കൂടിയില്ല. പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ആളുടെ അടുത്ത് എന്തിനാ സംസാരിക്കണം? എനിക്ക് എന്നെ പരിചയപ്പെടുത്തി തരും. എനിക്ക് വേറെ കൂട്ടുകാരികളൊന്നുമില്ല. എനിക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്ത ചേട്ടാ. ആവശ്യമൊന്നുമില്ല. നീ പോടാ. ഞാൻ രതീഷിന്റെ ഭാര്യയല്ലേ? ഞാൻ ചേട്ടൻ കൂട്ടുകാരൻ. എന്റെ പൈസ, എന്റെ മദ്യം, എന്റെ ഫോണ്, എന്റെ കാമുകി, എന്റെ കുടുംബം തുലയ്ക്കാ നിനക്ക് തൃപ്തിയായില്ല. ഇനിയെങ്കിലും പൊക്കൂടിയാണ് എനിക്ക്. ഭഗവാന് സംഭവം പൊളിഞ്ഞ്. ശരി, ഓക്കെ. സർപ്രൈസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി. നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ട് കഥ പറഞ്ഞിട്ട് തീരണില്ല. ഇനി ഒരുപാട് വിശേഷം പറയാനുണ്ട്. നാളെ കാലത്ത് അവൾ ഇങ്ങോട്ട് വരും. രതീഷേ, നമ്മൾ ഇത്രയും കൂട്ടായ സ്ഥിതിക്ക് ഞാൻ പോയി ചായ എടുത്തിട്ട് ചായ കുടിച്ചിട്ട് രതീഷ് പോയാ മതി. ചേട്ടൻ ചായ എടുത്തിട്ട് അയ്യോ നാളെ അവക്ക് എന്താ ഭഗവാന് കൊടുക്കണ്ടേ എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. ചെല്ലട്ടെ രതീഷേ, ഇത്രയൊക്കെ സഹായം ഞാൻ നിനക്ക് ചെയ്തില്ലടാ. നീ ഒരു കാര്യം ചെയ്യും. നേരെ ആ പടിക്കെട്ട് കയറി മുകളിൽ പോകുമ്പോ അലമാരയുടെ ഇട സൈഡില് അപ്പം പണ്ട് ഉപയോഗിച്ചോണ്ടൊരു തോക്കുണ്ട്. അത് ഞാൻ എടുത്തോണ്ട് വാ. നാളെ രാവിലെ അവള് വന്നതിന് ശേഷം ഇവള് ഇഞ്ചിഞ്ചായിട്ട് തല്ലി കൊള്ളുന്നതിന് മുമ്പേ നീ എന്നെ വെടിവെച്ച് കൊല്ലടാ. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യടാ തണ്ടി. നല്ല ബ്യൂട്ടിഫുൾ സ്കിറ്റായിരുന്നു. ഒരു നല്ല കൈഡി. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. ഗംഭീരം ആക്കിയെടുത്തു എന്ന് വേണം പറയാനായിട്ട്. ആദ്യത്തെ ആ ഒരു പോർഷൻ, അതായത് ദീപ്തിയും സജിയും കൂടെ ആ ഉള്ള കോമ്പിനേഷൻ കഴിഞ്ഞിട്ട് ഔട്ടായി കഴിയുമ്പം തിരിച്ച് പറയും എന്നൊരു പ്രതീക്ഷയുടെ അവിടം വരെ നമ്മൾ കണ്ടു പഴകിയ ഒരു സാധനമായിട്ട് ഫീൽ ചെയ്തു. കാര്യം വൈഫിനെ ഇത്രത്തോളം പുകഴ്ത്തി പറയുമ്പോൾ അവസാനം പോയി കിട്ടിയാൽ മതി എന്നുള്ള ധാരണ വരും എന്നുള്ള നമുക്ക് ആ തോന്നലുണ്ടാക്കിയതാണ് ആ ഒരു ഭാഗം. അതിനുശേഷം ശ്രീജുവിൻ്റെ എൻട്രി തൊട്ട് അതെ രതീഷ് നമ്പ്യാറിൻ്റെ എൻട്രി തൊട്ട് സാധനം വേറെ ടൈനിലേക്കായി. ആ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. സജിയും ദീപ്തിയും നല്ല കോമ്പിനേഷനാകും. നല്ല ഒരു ഇരുത്തം വന്ന ഭാര്യ ഭർത്താവ്, അല്ല ഇരുത്തം വന്ന ഒരു ആങ്ങള പെങ്ങള്, അല്ല ഒരു എന്താ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാക്കി തരും. ഇപ്പം ഈ പുട്ടിന് പീരെ ഇരുന്ന കൂടെ ആ കൂടെ ശ്രീജുവും കൂടെ വന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ടിട്ട് വന്നപ്പോൾ നല്ലൊരു വൃത്തിയുള്ളൊരു പുട്ടായി. അപ്പം മൊത്തത്തിൽ നിങ്ങളുടെ കോമ്പിനേഷൻ പൊളിച്ച് ഇങ്ങനെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കീപ്പ് ചെയ്യണം. അപ്പം 3 പേരും ഗംഭീരമായിരുന്നു. അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള തന്നെ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. തകർപ്പനായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. കോമഡി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പഴയ ഏത് ചാപ്ലിൻ എടുത്താലും ലോഹർലാൻഡ് എടുത്താലും ഒരാളുടെ ഒരു വീഴ്ചയാണ് നമ്മളിൽ ചിരി ഉണർത്തുന്നത്. മനസ്സിലായി? താഴെ വീണാലും അത് അയാളുടെ ഒരു പതനം. മനസ്സിലായില്ലേ? ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അത് അറിയാലോ. റാംജി റാവു മുതൽ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ആ അവസാനത്തെ ഗതികേട്
ഇവിടെ അത് സജിയുടെ ആ ഗതികേട്, ഇങ്ങനെ ഒരു ഭർത്താവിൻ്റെ ഒരു അവസ്ഥ ഒരാൾക്കും വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനെ നിങ്ങൾ വിറ്റ് കാശാക്കി. ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായിട്ട് 3 പേരും ഗംഭീര്. Thank you, കീർത്തി അർമാദിക്കുകയായിരുന്നു കിടന്ന് കേട്ടോ. ഗംഭീരമാണ് അത്. പ്രത്യേകിച്ച് ഓരോരോ സംഭവങ്ങളായിട്ട് എടുത്ത് പറയാൻ ആ കൗണ്ടർ നന്നായി ഈ കൗണ്ടർ നന്നായി എന്ന് പറയുന്നത് ആ സിറ്റുവേഷനാണ്. നിങ്ങളുടെ ആ സിറ്റുവേഷൻ കോമഡി എന്ന് പറയുന്ന സാധനം വൃത്തിയായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു. ഇനി ബിജുക്കുട്ടൻ പറയട്ടെ. ബിജുക്കുട്ടൻ ചേട്ടാ, അല്ല, ആദ്യം തന്നെ നിങ്ങളെ 3 പേരുടെ കോമ്പിനേഷൻ അയ്യോ ഒരു രക്ഷയില്ല, കിഡിലിനായിരുന്നു. താങ്ക് യു ചേട്ടാ. കാരണം ആരാണ് മെച്ചമെന്ന് പറയാനായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രക്ക് മാറി മാറിയുള്ള പെർഫോമൻസ് ആയിരുന്നു. 3 പേരും കിഡിലനാക്കിയ കിഡിലൻ. ചില സ്കിറ്റുകൾ പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ എവിടെയൊക്കെയാണ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അത്രക്കധികം കൗണ്ടറുകൾ ഇതിന് ശേഷം ഉണ്ടായിരുന്നു, വിത്ത് ക്ലൈമാക്സ് വരെ അടിപൊളി വരാം. ശ്രീജു നല്ല ഉഗ്രനായിരുന്നു കേട്ടോ. Thank you. ശ്രീജുവിൻ്റെ വരവും ആ കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടി, ഇയാൾക്ക് എവിടെ നിന്നാണ്, ലോട്ടറി അടിച്ചാണോ നിങ്ങൾ സമ്പാദിച്ച്, എങ്ങനെ വൈഫിന്റെ കെയർ ഓഫ് അതങ്ങനെ വരുള്ളൂ. കാരണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കിയാലേ നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ. കാരണം ഈ പുള്ളിക്കാരന് പെണ്ണിനെ വൈഫിന് ഇഷ്ടമല്ല, പൈസക്ക് വേണ്ടി പ്രേമിക്കുന്ന ആളാ. അതുകൊണ്ട് കയ്യിലിരിക്കൂല, എങ്ങനെ വന്നാലും ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് രതീഷ് വർമ്മ വന്ന് കാണിച്ച് കൂട്ടി. ആ അതെ. പിന്നെ സജി ഒരു രക്ഷയിലിട്ട നിങ്ങൾ തകർത്ത് തരിപ്പണായി കളഞ്ഞി. കാരണം വരുമ്പോൾ ഈ അനലൈസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ നല്ല കിടുക്കനായിട്ട് നിങ്ങൾ ചെയ്തിട്ടാ. നിങ്ങൾ 3 പേരും കിടിക്കിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിലും ഗംഭീരമായിരിക്കും. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ നമുക്ക് മാർക്ക് കൊടുക്കണം. കാര്യം 2 ലക്ഷം രൂപ പോയിട്ടിരിക്കുക. അപ്പം എത്ര രൂപ ആരാണ് ആദ്യം? നീ കൊടുക്കാം. കൊടുത്തോ, തന്നോ? ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15,000 രൂപ. ഞാനൊരു 16,000 രൂപ കൊടുക്കും. താങ്ക് യു ചേട്ടാ. 1,000 രൂപ ആയിട്ടുണ്ട്. അതൊക്കെ കുറഞ്ഞുപോയി. എന്നാ കൊടുക്കാൻ കൊണ്ട് പ്രശ്നം. സിൽവർ പഞ്ച്. അടുത്ത സിൽവർ പഞ്ച്. എനിക്ക് ബാക്ക് ടു ബാക്ക് സിൽവർ പഞ്ച് അല്ലേ? ഓ അടിപൊളി. ഒരു സ്പെഷ്യൽ കൈഡി. ഒരു സന്തോഷം പറയാനുണ്ട്. ഒന്നോ? എത്ര സന്തോഷം വേണം? കഴിഞ്ഞ പ്രാവശ്യത്തെ ഗോൾഡൻ പഞ്ച് അടിച്ച സ്കിറ്റ് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ച്. പ്രസാദ് ചേട്ടനെ വിളിച്ചിട്ടുണ്ടായി, പിന്നെ ഹരിശ്രീശോൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായി. ചേട്ടന് വൈഫ് കൂടി വിളിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മുടെ പരിപാടി ചേട്ടൻ സ്ഥിരം കാണാറുണ്ട്. ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ സ്കിറ്റ് കണ്ടിട്ട് ചേട്ടൻ ആ രാത്രി തന്നെ എന്നെ വിളിച്ച് ഒരുപാട് അഭിനന്ദനങ്ങൾ പറഞ്ഞ് ഇവിടെ എല്ലാവരും തിരക്കി എന്ന് പറയാൻ പറഞ്ഞു. ഇനി അടിപൊളിയായിട്ട് എല്ലാവരും ഒരുപാട് സ്കിറ്റുകൾ കളിക്കണം, ഇനി എല്ലാവരും പഞ്ചടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഹരിശ്രീശോൻ ചേട്ടൻ വിളിച്ച് ഒരുപാട് ഡയറക്ടേഴ്സ് കണ്ടിട്ടുണ്ടാവും, പ്രൊഡ്യൂസർമാർ കണ്ടിട്ടുണ്ടാവും, റൈറ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഗുണമാണത്. ഉഷാറാവട്ടെ. അപ്പൊ അതിനൊരു സ്പെഷ്യൽ. ഇതിന് ഇപ്പോഴും സന്തോഷം. ഓണമൊക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? എങ്ങനെയായിരുന്നു പ്രാവശ്യത്തെ ഓണം? എനിക്ക് ഓണം ഉണ്ടായിരുന്നില്ല. എന്റെ ഓണം അതിലും ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതിൽ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അത് നമ്മുടെ വേദിയിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അതെ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് ഓണാഘോഷം എന്ന് പറയാൻ വീട്ടിലൊന്നും ഉണ്ടായില്ല, അമ്മ മരിച്ചതുകൊണ്ട്. എന്റെ ഓണം ഫ്ലവേഴ്സിലായിരുന്നു. ഇവിടെയാണ് ആഘോഷിച്ചതും സദ്യ കഴിച്ചതൊക്കെ ഇവിടെ. വീട്ടിൽ നമ്മളൊന്നും ചെയ്തില്ല. ഭയങ്കര സന്തോഷം പറയാൻ പറ്റില്ല. കാരണം വീട്ടിൽ നമ്മളൊന്നും ചെയ്യാത്തടത്ത് ഇത്രയും ആൾക്കാർ, ക്രൗഡ്, കൂട്ടുകാർ, എല്ലാവരും ഇവിടെ. കൂട്ടുകാരെന്നല്ല, നമ്മളൊരു കുടുംബമാണ് ഇവിടെ. ആ ഒരു സന്തോഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓണം ഈ ഓണമായിരുന്നു. ഭയങ്കര സന്തോഷം. തിരിച്ചു വന്നപ്പോ ഒരു സിൽവർ പഞ്ച് കൂടെ കിട്ടി. അങ്ങനെ അങ്ങ് പോട്ടെ, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോട്ടെ. സാറേ വല്ലാത്തൊരു അവസ്ഥ നിൽക്കാന്ന് അറിയാം. കാശി പോയി. നമ്മൾ കിട്ടിയല്ലോ. അത്യാവശ്യം പറ. സന്തോഷം എന്ന് പറയുമ്പോൾ ഇതെന്താ, ഓണത്തിന് കുറച്ചുകൂടെ മാറ്റി കൂട്ടുന്ന രീതിയിൽ. ഓണത്തിന് കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മിമിക്രി പരിപാടികൾ കുറവാണ്, അറിയാമല്ലോ. അപ്പോൾ 2-3 പരിപാടികളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ ദീപ്തി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓണം മൊത്തം ഫ്ലവേഴ്സിലായിരുന്നു. മിക്ക ദിവസവും എല്ലാ ഓണത്തിനും നമ്മളൊക്കെ തന്നെയായിരുന്നു ചാനലിൽ നിറഞ്ഞു നിന്നത്. അപ്പോൾ വലിയ സന്തോഷം. അതിൻ്റെ കൂട്ടത്തിൽ ഇത് വലിയ സന്തോഷം. വീട്ടിലെല്ലാവരും എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക. ഉറപ്പായിട്ടും. ഏയ് രതീഷ് നമ്പ്യാർ, കോളടിച്ച രതീഷ് നമ്പ്യാർക്കാ പറയൂ. 2,000 രൂപയ്ക്ക് വന്നതാ. എത്ര രൂപയാ അല്ലേ? ഒരുപാട് സന്തോഷം. ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലാം ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ തന്നെ അങ്ങ് അടിപൊളിയായിട്ട് പോട്ടെ. രതീഷ് നമ്പ്യാരെ തിരക്കെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഉഷാറാവട്ടെ. അപ്പൊ നല്ലൊരു കഴിഞ്ഞിട്ട് ടീമിന്. ഫ്ലവേഴ്സ് കോമഡി ദ ഐറ്റം മേറയുടെ ടീം മാസ് ആണ് പെർഫോം ചെയ്യാൻ വരുന്നത് സ്കിറ്റുമായിട്ട്. മനോജ് വലഞ്ചുഴി ഉണ്ട്, അജേഷ് റാന്നി ഉണ്ട്, സുമി ഉണ്ട്. ഒരു നല്ല കൈഡി.
ദൈവമേ, ഈ തുണിക്കടയും തുണിയൊക്കെ കണ്ടുപിടിച്ചവനെ എന്തോ ചെയ്താൽ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പണ്ടത്തെ ആൾക്കാര് മരത്തോൽ ഉടുത്തതുപോലെ അങ്ങ് നടന്നാ മതിയായിരുന്നു. ഇതുപോലെ തുണി മടക്കി മടക്കി എൻ്റെ ജീവിതം പാഴാവത്തില്ല. ഹോ, എന്നെ കൊണ്ടൊന്നും വയ്യ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അംഗനവാടി ടീച്ചർമാര് പിള്ളേരെ നോക്കുന്നത് പോലെ നമ്മുടെ മുതലാളി വീട്ടിൽ ഇരുന്നോണ്ട് CCTV ക്യാമറ നോക്കുന്നത്. എന്തേലും ചെയ്യാൻ പറ്റുമോ? കുരുത്തക്കേട് കണ്ട അയാൾ പൊക്കും. പേടിച്ച് ഇനി കുറച്ചേരത്തേക്ക് നോക്കത്തില്ല. ഓ, ഈ ഓണത്തിന് എന്തോ തിരക്കായിരുന്നു. ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല. നിന്ന് എന്റെ ഊപ്പാട് വന്നു. 12 മണിയായിട്ട് മുതലാളി വിടത്തില്ല. വീട്ടിൽ നിന്നാണെങ്കിൽ വിളിയോട് വിളി, കൊച്ചേ നീ എവിടാ. അവസാനം 10-20,000 രൂപയുടെ തുണി മേടിക്കാൻ വന്ന ഒരാളെ സഞ്ചി കയറി ഞാൻ രക്ഷപ്പെടുമായിരുന്നു. വീട്ടിൽ ചെല്ലണ്ടായോ? അഥവാ കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് വെറുതെ നിൽക്കുവാണേ പോലും ഞാൻ ഇവിടെ ജോലി ചെയ്യണം പ്രതിമയായിട്ട്. നോക്കുന്നുണ്ടായിരിക്കും. ജീവനുള്ള ആളായിരുന്നു. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ വിചാരിച്ച പ്രദീപായിരിക്കുന്നു. അല്ല, പ്രതിമയാന്ന് വിചാരിച്ചു. എന്റെ പേര് ശില്പേന്നാ സർ. അയ്യോ സോറി സർ. സർ നമസ്കാരം. നല്ല സെലക്ഷനുള്ള സാർ. സാറിനെയാണ്. സോറി സാർ, എന്റെ മിസ്ബിഹേവിയർ. സോറി സാർ. എന്റെ സാറൊന്ന് വിളിച്ചോ? അല്ല, നമ്മുടെ മുതലാളിയുടെ റൂളാണ് വരുന്ന കസ്റ്റമറെ നമ്മൾ ദൈവത്തെ പോലെ കാണണം, എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് അവരോട് ബിഹേവ് ചെയ്യണം എന്നുള്ളത്. സോറി സാർ. ഫസ്റ്റ് സാറ് കൊള്ളാം. എന്റെ അമ്മായിച്ചനെ ഇവിടെ കൊണ്ടുവരാൻ സാറേ എന്ന് വിളിക്കാവോ? എന്തായിരുന്നു? ഒരു വിവരമില്ലാത്ത അവനെ സാറേ എന്ന് വിളിച്ചിട്ട് അവൻ കേട്ട് ചമ്മണം ഇവിടെ നിന്നിട്ട്. അതുകൊണ്ടാ പറഞ്ഞു. അയ്യോ, മുതലാളി തല്ലി കൊന്നിട്ടേക്ക് വന്നു ഇവിടെ. അല്ലല്ല, എന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോതെ സാർ. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ പണി ചെയ്യുന്നുണ്ട്. അതെ. സാറിനാണോ എന്തായിരുന്നു വേണ്ടുന്നത്? സാറിനായിരുന്നു ഡ്രസ്സ് എങ്ങനെയാ? എനിക്ക് എല്ലാവർക്കും വേണം, വീട്ടിൽ എല്ലാവർക്കും തുണി വേണം. അയ്യോ സാർ പറ്റിയ കടയിൽ തന്നെ വന്നത്. എല്ലാവർക്കും വേണ്ടുന്ന ഡ്രസ്സ് ഇവിടെ തന്നെ ഉണ്ട്. ചോദിക്കണ്ടെന്നൊന്നും തോന്നരുത് സാറ്. വീട്ടിലെന്തെങ്കിലും വിശേഷം വല്ലതും ഉണ്ടോ? വിശേഷമൊന്നുമില്ല. ഓണത്തിന് ഞങ്ങളുടെ അമ്മാവൻ വീട്ടിൽ വന്നായിരുന്നേ. 12,000 രൂപ എനിക്ക് തന്നിട്ട് പോയി. അതെങ്ങനെയല്ലേ എനിക്ക് മുടിപ്പിക്കണം, തുണി വാങ്ങിച്ച് അതിന് വേണ്ടി വന്നതായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ എല്ലാ ഡ്രസ്സും. സാർ ആദ്യം ആർക്ക് എടുക്കണ്ടേന്ന് പറഞ്ഞാൽ തുണി വിശ്വസിക്കാൻ പറ്റുമോ ഇതൊക്കെ? അയ്യോ വിശ്വസിക്കാൻ പറ്റും സാർ. വിശ്വസിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഞാനാണ് ഗ്യാരണ്ടി തരുന്നത്. നമ്മുടെ മുതലാളിക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. കാരണം ഞങ്ങൾക്ക് പരുത്തി കൃഷിയുണ്ട്. ബാക്കിയുള്ള ഉരുട്ടിയാണ് കൃഷി ചെയ്യുന്നത്. അയ്യോ, ഉരുട്ടി പരുത്തി എന്നല്ല പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പരുത്തി, വരുത്തി, കൊരുത്തി ഒക്കെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഷനിലിട്ടിട്ട് തക്കണോ പൊക്കണോ ദേണ്ട നടക്കുന്ന ഒരു സാരി. ഏത് വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആർക്ക് എടുക്കണ്ടേന്ന് പറഞ്ഞു. പറഞ്ഞോ. അച്ഛന് മുണ്ട് വേണോ, പാന്റ് വേണോ, ഷർട്ട് വേണോ, എന്താ സാറ് വേണ്ടത്? അച്ഛനാണെങ്കിൽ ഒരു ഫറൂഖ് വേണമായിരുന്നു. അതിപ്പോ കോഴിക്കോടുകാർ തരുമോ? എന്തുവാ ഫറൂഖ് അല്ല, ഫ്രോക്ക്. അച്ഛന് ഫ്രോക്കോ? അച്ഛൻ ഫ്രോക്കാണോ ഇടുന്നത്? ഫ്രോക്ക് എടുത്തില്ല. പിന്നെ അച്ഛൻ ഈ പുത്തൻ തുണിയുടെ മണം ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ മണപ്പിച്ചോണ്ടിരിക്കാൻ വേണ്ടിയാ ഞങ്ങളുടെ അച്ഛന് തുണി കൊടുക്കുന്ന പരിപാടി. ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ എന്റെ ചെറുപ്പകാലം വല്ല ഞങ്ങളുടെ അച്ഛന് ഒറ്റക്കരയുള്ള ഒരു തോർത്ത് മാത്രമേ കൊടുക്കത്തുള്ളൂ. അയ്യോ, പഴയ ആൾക്കാരല്ലേ സാർ, അവരുടെ ജീവിത രീതിയൊക്കെ അങ്ങനെ ആയിരിക്കും. പണ്ടത്തെ കാലത്ത് ഒരു ചുഴലിക്കാറ്റ് അടിച്ചപ്പോൾ അതിന് വന്ന് പറന്ന് ഒട്ടിയതാണ് അച്ഛൻ പറയുന്നത്. അതിന്റെ പേരിലാണെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ കിഴക്കേപ്പുറത്തുള്ളവര് ഒരു വൻമതിൽ കെട്ടി വെച്ചേക്കുവാ. അതെന്താ? സുപ്രഭാതത്തിന് വരാൻ രാവിലെ ഒരു സുപ്രഭാതം കാണേണ്ടി വരും. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സെലക്ഷൻ വേണം? അമ്മയ്ക്ക് സെലക്ഷനേ ഇല്ല. പാവം പിടിച്ച അമ്മയാണ്, സെലക്ഷനേ ഇല്ല. പിന്നെ ഒരു കാര്യത്തിൽ മാത്രമേ അമ്മ സെലക്ഷൻ ചെയ്തില്ല, എന്നെ വർക്ക് പറഞ്ഞിട്ടുള്ളൂ. എന്റെ കെട്ടിയോളൂ. അത് വീടാകുമ്പോ അമ്മായും മരുമകളൊക്കെ അങ്ങനെയാണ് പ്രശ്നം. അല്ല സാർ, പ്രേമിച്ചുള്ള വിവാഹമായിരുന്നോ? പ്രേമിച്ചുള്ള വിവാഹമല്ല, പോയി കണ്ടാന്നേ. ഭാര്യക്ക് സിൽക്കിന്റെ എടുക്കട്ടെ? എടുത്തോ, പക്ഷേ ഈ സ്പടികത്തിനകത്ത് സിൽക്കിന്റെ എടുക്കല്ല. അത് ഭയങ്കര നാണക്കേട്, അത് ഇടാൻ പറ്റത്തില്ല. അതല്ല, സിൽക്ക് സാരി എടുക്കട്ടെ എന്നാ ഉദ്ദേശിച്ചത്. സിൽക്ക് സാരി വേണ്ട. എന്താ? അവക്ക് ടോപ്പ് മതി. ടോപ്പ്. വൈഫിന്റെ സൈസോ? വെള്ളം കുടിക്കാൻ തരത്തില്ല, ഇച്ചിരി ചോറ് തരത്തില്ല. ഞാൻ പണി കഴിഞ്ഞ് കയറി കഴിഞ്ഞോ ഇത്രയുണ്ടോ? അത്രയ്ക്കും സൈസ് ആയിട്ട് പെണ്ണുമ്പിള്ള. സാറിന്റെ ഭാര്യയുടെ സ്വഭാവം അല്ല ചോദിച്ചത്. XXL ആണോ, XXL ആണോ, XL ആണോ? എന്തെല്ലാം സാധനം എടുത്താൽ അവൾ വാരി കെട്ടി കൊടുത്തോളും. മക്കളെ എന്ന് പറഞ്ഞില്ല, നമുക്ക് എല്ലാം കൂടെ അങ്ങ് എടുത്ത് മാറ്റാം. മക്കൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ഞാൻ 2 മൊബൈൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. 2 മൂലയിലിരിക്കുക. കഴിഞ്ഞ വർഷം അങ്ങാണ്ട് ഒരു ഡ്രസ്സ് ഇട്ടതാ. മൊബൈൽ കളിച്ചിരിക്കുക. ചോറ് പോലും ഞങ്ങൾ വാരി കൊടുത്താൽ അറിയത്ത് പോലും ഇല്ല പിള്ളേർക്ക്. അത് മതി. ഇപ്പോഴത്തെ കാര്യമല്ലേ സാർ. ഏത് വേണമെന്ന് വെച്ചാൽ ഏത് വേണമെന്ന് വെച്ചാൽ ഇത് ഇതാകുമ്പോഴത്തേക്കും 1500 ആണ് സാർ. എത്ര? 1500. കുറയ്ക്കത്തില്ലേ? അതല്ല, അത്ര തന്നെ. ഇത് അത് ഞാനിവിടെ തുടയ്ക്കുന്ന തുണിയാ സാർ. അത് ഫ്രീ. ഇത് വേണ്ടത് സാർ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. ട്രയൽ റൂം ഉണ്ടോ?
ട്രയൽ റൂം ഉണ്ട് സാറ്. സെലക്ട് ചെയ്ത് അതിന് 7. ഹലോ അതെ അതെ ഇല്ലല്ല ഞാനില്ല ഞാൻ നാട്ടിൽ വരെ വന്നാണ്. നാട്ടിലേ അപ്പൂപ്പൻ്റെ ഈ ആത്മസമൃദ്ധി ഉണ്ട്. അയ്യോ മറ്റേ വാർഷികം അതിനെല്ലാ വർഷം വരും. ശരി ശരി. എവിടെ? വല്ലാർപ്പാടത്തോ? അവിടുത്തെ ബിൽഡിങ് ഇപ്പം എത്രയായി? 10 നിലയോ? ഇല്ലില്ല ഒരു 20 നില ആയിക്കോട്ടെ. വലിയ പണക്കാരൻ്റെ ഇപ്പോൾ എൻ്റെ കുറ്റമാണോ? ഇനി കൂടുതൽ പണക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴേ കാലിൻ്റെ പെരുവലിൻ്റെ നഖത്തേല നിൽക്കുന്നത്. വെച്ചിട്ട് പോകും. ഈ സാധനത്തിന് സാർ പറഞ്ഞാട്ടെ സാർ. സാറേ ഇതിലെത്ര മോളെ? ഇയാൾക്ക് വേണ്ടത് വേസ്റ്റ് തുണിയുണ്ട്, അപ്പുറത്ത് കിടപ്പുണ്ട്. കുറെ നേരമായിട്ട് എത്ര സാർ പറഞ്ഞാട്ടെ സാർ. ഈ പച്ച തുണിക്ക് എത്ര രൂപ? സോറി സാർ, ഇത് മഞ്ഞയാണത്. മഞ്ഞയാണോ? ഓക്കെ. ഈ കാപ്പിപ്പൊടി ഷർട്ടിനോ? സാർ ഇത് വെള്ളയാണ് സാർ. ഇവിടുത്തെ തുണിക്കൊന്നും കളറിലൊരു ക്വാളിറ്റി ഇല്ലല്ലേ? തുണിയുടെ ക്വാളിറ്റിയുടെ അല്ല, പിന്നെ? ഈ കണ്ണാടിയുടെ പ്രശ്നം. അതായിരുന്നു. സോറി. വൈദ വൈ. ഏതാ വരുന്ന വഴി? അല്ല വൈദ വൈ. ഈ കഞ്ഞിപ്പൊരി സാരി ഉണ്ടോ? സോറി, ആ ബ്രാൻഡ് ഞങ്ങൾക്കില്ല. അറിയില്ല. അല്ല നല്ല തിളക്കമുള്ളത്, സൈഡിൽ അലുക്കൊക്കെ പിടിപ്പിച്ച് കണ്ണിലടിച്ച് ഇങ്ങനെ മഞ്ഞളിക്കും. അങ്ങനെ അത് കാഞ്ചീപുരം സാരിയാണ്. കാഞ്ചീപുരം സാരി ഉണ്ട് സാർ. സാർ പ്ലീസ്. താങ്ക് യു സാർ. അതായത് പല ബഡ്ജറ്റാണ് നമുക്ക്. സാറിന് അറിയാമായിരിക്കുമല്ലോ, കാഞ്ചീപുരം എന്ന് പറയുമ്പോൾ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. സാറല്ലേ ഏതാണ് ടോപ്പ് റേറ്റ്? എത്രയാണ് ടോപ്പ് റേറ്റ്? സാറിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് അത് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് പറ. നിങ്ങളുടെ ബഡ്ജറ്റ് ആണ് 25,000 ആണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. 25 പോരാ, നമുക്കൊരു 50 പിടിക്കാം. 50 നമുക്ക് എടുക്കാം സാർ. സാർ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം സാർ. ഇതാണല്ലേ? കൊള്ളാം, നൈസ്. എടുത്തു വെച്ചോ. വേണ്ട. അല്ല ഞാൻ ഇത് കണ്ടിട്ടില്ലായിരുന്നേ കാഞ്ചീപുരം, കേട്ടിട്ടുള്ളത്, കാണാൻ വേണ്ടി ചോദിച്ചാ. ഓക്കെ. പിന്നെ കുട്ടിഞ്ഞൊരു ഞാനൊരു കാര്യം പറഞ്ഞ ഒരു 20 വർഷം കൊണ്ട് വിദേശത്തൊക്കെയാണേ. വല്ലപ്പോഴുമാണ് നാട്ടിലോട്ട് വരുന്നത്. മനസ്സിലായി. വരുന്നത് ഒറ്റയ്ക്കാണ്. ഓ അതെങ്ങനെയാണ് സാറ്? വിദേശത്തുള്ളവരൊക്കെ നമുക്ക് രാത്രി കിടക്കുമ്പോഴേ എനിക്ക് കോട്ട് വേണം. ഡയലോഗ് ഒരൊറ്റ കുത്ത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. പെണ്ണുപിള്ളെ വിളിക്കണോ? രാത്രി കൂട്ട് നടക്കാന്? അയ്യോ കൂട്ടെന്നല്ല, ഞാൻ 24 മണിക്കൂറും ഈ കോട്ട് സംഭവം ഉണ്ടല്ലോ. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും കോട്ടിട്ടാ കിടക്കുന്നത്. അയ്യോ സാധാരണ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ കോട്ടുമായിട്ടാണ് കിടക്കുന്നത്. എന്റെ മിസ്റ്റേക്ക് ആണ്. ബട്ടൺസ് ഇല്ലാത്ത നിക്കറുണ്ട് കുഞ്ഞെ? എന്താ ബട്ടൺസ് ഇല്ലാത്ത നിക്കറുണ്ട് ഇവിടെ? ബട്ടൺസ് ഇല്ലാത്ത നിക്കറുണ്ടോ? എനിക്ക് ഈ ബട്ടൺസ് ഇല്ലാത്ത ഇങ്ങനെ കെട്ടി വെക്കണം. പണ്ടുള്ള എന്റെ ശീലമാ. ഇങ്ങനെ മുറുക്കി കെട്ടി വെച്ചിട്ട് വയറും വീർപ്പിച്ച് നടക്കുന്നത്. സാർ പറഞ്ഞേട്ടോ ബട്ടൺസ് ഇല്ലാത്ത നിക്കർ. എന്റെ ഓർമ്മകളെ തടസ്സപ്പെടുത്തരുത്. ബട്ടൺസ് ഇല്ലാത്ത നിക്കർ കെട്ടിവെച്ച് നടക്കുന്ന ആൾ പണ്ടേ കണ്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ ഈ സംഭവം. ഹലോ എടാ വസന്തകുമാർ, മനസ്സിലായില്ലേ? എടാ ഞാൻ ഡേവിഡ് പ്ലാപ്പള്ളി ഡേവിഡ്. തലേ മുല്ലപ്പൂന്റെ റാ വെച്ചേക്കുന്നേ? മുല്ലപ്പൂന്റെ റായല്ലെന്ന്. എടാ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഡൈ ചെയ്യാത്ത മുടി കിളിച്ചു വന്ന് നാണം കെടുത്തു എന്റെ. എത്ര വർഷമാണ് നിന്നെ കണ്ടിട്ട്? എടാ ഞാനേ 2008 ഇന്ത്യ വിട്ടതാ. നീ എന്നാ ചന്ദ്രയാൻ? 2008 ഇന്ത്യ വിട്ടത് ചന്ദ്രയാനല്ലേ? അങ്ങനെയാണോ പറഞ്ഞത്? എടാ 2008 ഞാൻ ഇന്ത്യ വിട്ടു. 3-4 വിദേശ രാജ്യങ്ങളിൽ എന്റെ ബിസിനസ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഒരുപാട് ഭയങ്കര മാറ്റം കേട്ടോ. എത്ര നാളായടാ കണ്ടിട്ട്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? പിന്നെ ഞങ്ങള് എത്ര നാളുകൾ തുണിയെടുക്കാൻ വന്നാണോടാ? തുണിയെടുക്കാൻ വന്നാ. എത്ര നാളായടാ കണ്ടിട്ട്. നിനക്കൊരു 75 സൈസ് ഒരു ഇന്നർ കൂടെ പറയട്ടെ. അല്ല ഇങ്ങനെ തലമുടിയപ്പം ബോർഡർ ഒന്നും കാണുന്നില്ല. ഞാൻ പാമ്പ് പിടിച്ചാണ് പണിക്ക് പോയി കഴിഞ്ഞാൽ 800 രൂപ കിട്ടും. ഇതിനൊന്നും തികയത്തില്ല. എനിക്ക് തികയത്തില്ല. നമുക്ക് 95 പിടിക്കാം. അതല്ലേ എനിക്ക് നമ്മള് ഇതിലോട്ട് പണക്കാരനല്ലേ ഞാൻ. പിന്നെ നീ ചുമ്മാ ഇരിക്കുമ്പോ പിള്ളേരെയും കൂട്ടി എന്റെ വീട്ടിലോട്ടൊന്ന് വരണം. അതെന്തിനാടാ? എന്റെ ഭാര്യ പാവപ്പെട്ട പിള്ളേരെ ഇതുവരെ കണ്ടിട്ടില്ല. അവക്കൊന്ന് കാണിച്ചു കൊടുക്കാനാ. നിനക്ക് പിള്ളേരുണ്ടോ? എനിക്ക് ഒരു മോൻ 9 വയസ്സ്, സംസാരിക്കത്തില്ല. അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. അണ്ണാക്കിന്ന് ചോക്ലേറ്റ് എടുത്തിട്ട് വേണ്ട ഇവൻ എന്നോടൊന്ന് സംസാരിക്കാൻ. പിന്നെ കൊടുത്തില്ല, എന്നെ തല്ലിക്കൊന്ന് തിന്നുവന്ന്. കാരണം ഞാനല്ലേ വളർത്തി ഇത്രയൊക്കെ ആക്കിയത്. തല്ലണം. തിരിച്ചറിഞ്ഞല്ലോ. പിന്നെ തിരിച്ചറിയായിരിക്കാൻ പറ്റൂടാ. എടാ നമ്മള് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തെ സംഭവം ഓർമ്മ ഉണ്ടോ? 10ലോ 7ലാന്നോ 6ലാന്നോ 4ാം ക്ലാസ്സിലാന്നോ 3ലാന്നോടാ? അങ്കമ്പാടി പോയിട്ടുണ്ടോ? നമ്മള് പോയിട്ടുണ്ട്. ഞാൻ പ്രതിമയല്ല, ഞാൻ ഞങ്ങൾ പഠിച്ചോണ്ടിരുന്നപ്പോഴേ ഉച്ച സമയത്ത് ഇവൻ എനിക്ക് ചോറ് തരുമായിരുന്നു.
എന്റെ വിശപ്പ് മാറ്റാൻ. അപ്പൊ സാർ കൊണ്ടുപോകത്തില്ലായിരുന്നു ചോറ്? ഞാൻ കൊണ്ടുവരുന്ന എനിക്ക് തികയത്തില്ലല്ലോ. ഞാൻ 12 മണിക്ക് തിന്നും, 1 മണിക്ക് എനിക്ക് വീണ്ടും വിശക്കും. അന്നേരം ഇവൻ എനിക്ക് തരും അല്ലേടാ? എടാ പിന്നെ എങ്ങനെയുണ്ട് നിന്റെ ജീവിതമൊക്കെ? ജീവിതമൊക്കെ ഭയങ്കര ആണല്ലേ? നിന്റെയൊക്കെ ജീവിതം കഷ്ടപ്പാടും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാന്ന് അറിയാം. നിനക്ക് 14 ജില്ലയിലും ഞാൻ വീട് വെച്ചു. ഇന്ന് നീ ആലപ്പുഴ ജില്ലയുടെ ഹൈവേയിലാണെങ്കിൽ മറ്റന്നാളിൽ കൊല്ലം ഹൈവേയുടെ സൈഡിൽ, അടുത്ത ദിവസം തിരുവനന്തപുരം ഹൈവേയുടെ സൈഡിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കോട് ഹൈവേ പിടിച്ചാലോ? നീ എന്നെ അങ്ങനെ തെണ്ടാൻ പഠിപ്പിക്കണ്ട, എനിക്കറിയാം അങ്ങനെ അതെന്തെന്നുള്ള. എടാ തെണ്ടണം, എടാ അധ്വാനിച്ച് കാശുണ്ടാക്കണം, അല്ല നീയൊക്കെ തെണ്ടണം കേട്ടാ. കട്ടും പൊട്ടിച്ച് മാത്രം ജീവിച്ചാ പോരാ. എനിക്ക് വേണ്ട ഡ്രസ് ഡ്രസ് എടുക്കുക, ഇഷ്ടം പോലെ എടുത്തു, ഇഷ്ടം പോലെ എടുത്തടാ. കൊണ്ട് സാർ എന്തായിരുന്നു സാറിന്റെ ആവശ്യം? പറഞ്ഞില്ല സാർ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് ഡിമാൻഡ് ചെയ്യാൻ നമ്മളത്. അല്ല, നീ ഈ കടയിലോട്ട് വന്ന എന്തിനാ? ഈ കടലിലോട്ട് വന്ന എന്റെ വീട്ടിലെ ഈ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴേ ആൾക്കാർ ഒന്നുമില്ലാത്തൊരു വന്നിരിക്കും. ഞാൻ അവർക്കെല്ലാം തുണി കൊടുക്കും. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മുഴുവൻ കാളകളെ കാണാം. പിന്നെ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തൊരു വന്നിരിക്കും. പിന്നെ അച്ഛന്റെ ഒരു വിശേഷ ദിവസം വരുന്നുണ്ട്, അപ്പൊ അവർക്ക് തുണി കൊടുക്കാനായിട്ട് 250 സെറ്റും 250 മുണ്ടും വേണം, അതിന്റെ ഷർട്ടും. അത് എടുത്തു കൊടുക്കാം. അവന് കൊടുക്കാൻ ആവശ്യമുള്ളത്. എനിക്ക് വേണ്ട. അലമാര വെക്കടാ. വീട്ടില് അലമാരി ഇല്ല. അലമാര ഇല്ലേ? ഇല്ല. എങ്കിലും ഒരു അലമാര ഞാൻ പണിയിച്ചു തരാം. അലമാരി വെക്കുമ്പോ ആ സൈഡിൽ ഭിത്തിയില്ല. ഇല്ലേ? ഇല്ല. അപ്പൊ അലമാര വെക്കാൻ ഒരു ഭിത്തിയുടെ സൈഡിൽ വെച്ച് ഒരു ഭിത്തി വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞു പോത്തില്ലയോ? അപ്പൊ 2 സൈഡിലൂടെ ഭിത്തി വെച്ചാൽ പോരെ, വൃത്തിയോട് മാറത്തില്ലേ? അപ്പൊ മേലെ നനയത്തില്ലേ? മേളിൽ നനയായിരിക്കാൻ നമുക്ക് വാർക്കാം. അപ്പൊ അതൊക്കെ വെക്കാനൊക്കെ സ്ഥലം വേണ്ടേ? ഇപ്പൊ സ്ഥലമില്ലേ നിനക്ക്? അപ്പൊ നിനക്ക് ആ വീട് വെക്കാനൊക്കെ ഒരു സ്ഥലം കൂടെ തരാം. സ്ഥലം മാറ്റി കഴിഞ്ഞാൽ ഈ വെച്ച സ്ഥലം അവിടെ ഇളക്കി വെക്കാൻ പറ്റത്തില്ലല്ലോ. ഒരിക്കൽ പറഞ്ഞ എന്നെ വകുപ്പിച്ച് 2 വീടായി ഇപ്പൊ. ഇല്ലടാ എന്താ എടുത്തു? അല്ല, എന്താ വേണേലും കാണിക്കുന്നുണ്ട് സാറ്, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതല്ലേ ഏതായിരുന്നു? ഏതാ? അതല്ല, അതിന് മറ്റേ അല്ല, ഏതാന്ന് പറഞ്ഞു. അതിന് താരത്തെ പച്ച സാറ് ഏതാന്ന്? പ്ലീസ് പച്ചയല്ല, മറ്റേ അതല്ല, മറ്റേ അതിന്റെ അടിയിൽ കയറ്റി ദൂരെ വെച്ചേക്കുന്നുണ്ട്. അതിന്റെ അടി ഈ കിടക്കുന്ന സാർ ഏതാ വേണമെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി സാർ. സാർ പറഞ്ഞാൽ മതി പ്ലീസ് സാർ. സാർ പ്ലീസ്, ഒന്നാമത്തെ സ്റ്റാഫുകളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓണമൊക്കെ കഴിഞ്ഞ് അതിങ്ങ് തരണേ. വില കൂടുതൽ അത് മതിയോ? അതെ സാർ, കൊടുക്ക് പ്ലീസ് മാഡം, കൊടുക്ക്. കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യും, നിനക്ക് ബുദ്ധിമുട്ടാണോ? ഒരു ബുദ്ധിമുട്ട് എടുത്തു. ഇത്രയും കൂടെ ഉള്ളൂ. ഇതൂടെ പാക്ക് ചെയ്തു, 2ആയിട്ട് പാക്ക് എല്ലാം പാക്ക് ചെയ്ത് ബില്ല് താഴെ വരും സാർ. ഞാൻ ഒന്ന് പ്ലീസ്. ഓക്കെ. അപ്പോ നമ്മൾ ഒത്തിരി നാളായി കണ്ടിട്ടല്ലേ? അപ്പൊ വീട്ടിലെല്ലാരോടും തിരക്കിയതായിട്ട് പറയണം. നീ എടുത്തു എടുത്തോടാ, വെക്കടാ. അത്ര എടുത്ത് വൃത്തിയിടെങ്കിലും മാറുന്നില്ല. ഓക്കെ, നമ്മളെ ബില്ലടിച്ചോ? മൊത്തം നമ്മള് റിഡക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് 15,000 രൂപ. 15,000 രൂപ? എന്താ അത്രയും പൈസ? പോടാ അവിടുന്ന്. നമ്മളെ കാർഡ് ഉറയ്ക്കും ഇവിടെ. കാർഡ് ഉറയ്ക്കാം. ഹാപ്പി ന്യൂസും കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ കടയുടെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മളിവിടെ ഒരു ലക്കി ഡ്രോ കൊടുക്കുന്നുണ്ട്. ഓരോ 5,000 രൂപയുടെ പർച്ചേസിനും നമ്മൾ ലക്കി കൂപ്പൺ കൊടുക്കുന്നുണ്ട്. ആണല്ലേ? അപ്പൊ സാറ് റിഡക്ഷനിലെ എന്റെ ഇപ്പം 12,000 മതി. ഓ, അത്രേ ഉള്ളല്ലേ? 12,000. അപ്പൊ എനിക്ക് 2 കൂപ്പൺ ഉണ്ട്. 2 കൂപ്പൺ. 2 കൂപ്പൺ ഇവന്റെ പേരില് എഴുതിയത്. സാറിന്റെ പേര്? നിന്റെ പേരില് 2 കൂപ്പൺ കണ്ട് എഴുതിയത്. വസന്ത, എന്റെ വില കൂടിയ ഫോൺ പോകാനും കുഴപ്പമില്ല. തലക്കെട്ട് നീ ഇതോടെ പൈസ മുടക്കി. അപ്പൊ നിന്റെ പേരിലല്ലേ എഴുതി വെക്കട്ടെ? സാർ കാറാണ് സമ്മാനം. കാറാണ്. അപ്പൊ സാർ അവന്റെ പേര് കാർ വേണ്ടടാ. ഇല്ലല്ല, എനിക്കുണ്ടല്ലോ ഓൾറെഡി 4 കിടപ്പുണ്ട്. എനിക്ക് വേണ്ടടാ, സ്ഥലമില്ലടാ വീട്ടിൽ. പോടാ മിണ്ടായിടാ. ഒന്ന് മോളെ ഒന്ന് അവന്റെ മുറ്റത്ത് ചാണം തളിച്ചു വെച്ചേക്കോടെ. കാർ കൊണ്ട് ഞാൻ തരണോ? സോറി സാർ, പ്രോപ്പർട്ടി ഒന്നും ആവശ്യത്തിന് എടുക്കത്തില്ലല്ലേ? അയ്യോ സോറി സാർ, എനിക്ക് എന്തിനാ ആവശ്യം? ഇപ്പൊ തന്നെ നറുക്കെടുക്കൂ. ഓരോ മണിക്കൂറിലും എടുക്കുന്ന നറുക്കെടുപ്പാണെങ്കിൽ 1 മണിക്കൂറിൽ നിങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര സൂപ്പീരാ. ഓക്കെ, ജോലിയുടെ ഭാഗമല്ലേ സാർ, ജീവിച്ചു പോട്ടെ. മതി മതി, ആർക്ക് സംശയമൊന്നും ഇല്ലല്ലേ? ഭാഗ്യവാൻ. അറിയാം, എനിക്കറിയാം, എനിക്ക് ഭയങ്കര ഭാഗ്യം. വിത്ത് യുവർ പെർമിഷൻ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ചെയ്തോ. നിനക്ക് എന്തിനാ? The first prize goes to Guess. Guess ചെയ്യാമോ? ആർക്കെങ്കിലും guess ചെയ്യാമോ? The first prize goes to എന്തിനാ ടെൻഷൻ? Anyone guess? The first prize goes to Vasantakumar.
സുകുമാർ, എന്താ പറയാനുണ്ട് ഈ ഒരു അവസരത്തിൽ? എന്തെങ്കിലും ഒരു വാക്ക്. കുഴപ്പമില്ല, നമുക്ക് മനസ്സിലായതൊക്കെ ഒരു അല്ല, നിങ്ങൾ നല്ലതായിട്ട് രണ്ടുപേരും പ്ലേ ചെയ്തത് ഒരു നിമിഷത്തെ ഹാപ്പി മൊമെന്റ് ആണ്. മുതലാളി, ഹാപ്പി മൊമെന്റ് ആണ്. കൂട്ടുകാരനെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുക. എന്തെങ്കിലും ഒരു വാക്ക്. പൈസ ഒന്നും ഞാനല്ലേ, അപ്പൊ എന്റെ ആയിരുന്നു വരേണ്ടത്. കാരണം ഞാൻ ഭയങ്കര ഭാഗ്യമുള്ള ആളാണേ. ഒന്ന് തിരിക്കാൻ പറ്റൂ സംഭവം? അയ്യോ, അത് പറ്റത്തില്ല സാർ. നമ്മുടെ റൂൾസ് അനുസരിച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അത് കുഴപ്പമില്ല, നമ്മളെ ഷോറൂമിൽ പോയി എടുത്തോളാം. അല്ല, നിനക്ക് കാറിന്റെ ആവശ്യം ഉണ്ടോ ഇപ്പൊ? എന്ത് വീട്ടിൽ കയറോ? വീട്ടിൽ കയറത്തില്ലല്ലോ. അല്ല, എനിക്ക് കിട്ടിയില്ലടാ, ഭാഗ്യമില്ലടാ ഇതൊക്കെ. നിനക്ക് ചേരത്തില്ലടാ കാറ്. നിനക്ക് ഓട്ടോറിക്ഷയൊക്കെ ചേർത്തുള്ളൂ. എനിക്കില്ലേ അടിച്ചത്? അതല്ല, എന്റെയാ കാറ്. എന്റെയാ. എന്റെ കാറ്. ഞാൻ ആ പൈസ എടുത്ത കാറും കൊണ്ട് ഞാനിന്ന് പോകത്തുള്ള ഡേവിഡ്. എനിക്ക് ഭാഗ്യം അടിച്ചെങ്കിൽ ആ കാറും കൂടെ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. കൊണ്ടുപോടാ എന്റെ കാറ്. എന്റെ കാറ് എന്റെ കാറ് ഞാൻ എന്റെ പൈസ ഒരു മിനിറ്റ് അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ. എന്റെ കാറ് സാർ, പ്ലീസ് സാർ. സാർ പ്ലീസ് സാർ, ചിരിച്ചോണ്ട് നിൽക്കണം സാർ. അതാണ്, അതുകൊണ്ട് സാർ എന്റെ ജോലി ഇതോടെ തീരുകയാണ് സാർ. എന്റെ ജോലിയെ ബാധിക്കരുത്. എന്റെ കാർ വേണമെന്ന് പറഞ്ഞു. എനിക്ക് അഗ്രിപ്പ് കിട്ടി കാറ്. ഷോറൂമിൽ പോവുകയെ മാറിയെടുക്കേ. ഇതാണ് കാർ. നല്ല കാറാണ് സാർ, നല്ല ഹൈ ക്വാളിറ്റി. ഇറന്ന് വെച്ചാൽ ഇർന്ന് പോകും. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇടിച്ചാലൊന്നും ഡോറൊക്കെ തുറക്കും, റിമോട്ട് ഉണ്ട്. സൂപ്പറാണ്. ഇതായിരുന്നു കാർ. ഇതെനിക്ക് വേണം. ഇത്രയും മുതുക്കായിട്ട് ഈ ടോയ്ക്കാരന് വേണ്ടിട്ട് അടി കൂടുവാന്നോ? എന്റെ പൊന്നു കൊച്ചേ, എത്ര മുതുക്കായാലും പ്രായമായാലുമേ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാർ കണ്ടാലേ ഇങ്ങനെ തന്നാടാ. നല്ല സ്കിറ്റായിരുന്നു. നല്ലൊരു കൈയടി. മനോജ്, സുമി, അജേഷ്, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റി. കൊള്ളാമായിരുന്നു. ആദ്യത്തെ കുറച്ച് ഏരിയകൾ ഒന്ന് വരയുന്ന പോലെ ഒരു ഫീൽ ചെയ്തു. പക്ഷേ അജേഷും കൂടെ വന്ന് 3 പേരും കൂടെ ഉള്ള ആ ക്രൗഡ് ആയിക്കഴിഞ്ഞപ്പം അതിനൊരു മാറ്റം സംഭവിച്ചു. കൗണ്ടറുകളൊക്കെ പുതിയ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ആ പഴയ സൗഹൃദ ബന്ധത്തിൻ്റെ ആ സംഭവങ്ങൾ കാണിക്കുന്നതിൻ്റെ അകത്ത് തന്നെ ഒരു ഈഗോയും വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര വലിയ മുതലാളിയാന്ന് പറഞ്ഞാൽ ഒരു കാർ ഫ്രീ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ എത്ര വലിയ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാലും കൊടുക്കുകയില്ല. ആ ഒരു വർക്കൗട്ട് അത് കഴിഞ്ഞിട്ട് ടോയ് ആയെന്ന് അറിഞ്ഞു കഴിയുമ്പം അതിനും വർക്കൗട്ട്. എന്തായാലും നമുക്ക് കിട്ടുന്നത് നമുക്ക് തന്നെയാണ്. 3 പേര് നല്ല ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. സുമി നല്ലൊരു സെയിൽസ് ഗേളായിട്ട് ടെക്സ്റ്റൈലിലൊക്കെ സെയിൽസ് ഗേളിൻ്റെ നല്ല ലുക്കുണ്ട്. അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ മൊത്തത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നന്നായിരുന്നു കേട്ടാ, നല്ല വൃത്തി ഉണ്ടായിരുന്നു സ്കിറ്റിന്. ഇതിനകത്ത് കണ്ടൊരു വേറിട്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ മനോജും സുമിയായിട്ട് സംസാരിക്കുമ്പോൾ അത് അജേഷ് ഒന്നില്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും. അതുപോലെ തന്നെ സുമിയും അജേഷും സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മനോജിൻ്റെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, നമ്മളത് കാണാതെ പോയെന്ന് എനിക്ക് തോന്നി. പക്ഷെ നമ്മളെല്ലാം അതുമ്മ തന്നെയായിരുന്നു. ഇവരുടെ സംസാരം കേട്ടുവെങ്കിൽ പോലും ഇയാളുടെ ആ മാനരസങ്ങൾ, കാരണം ഇയാൾ ബട്ടൺസ് ഇല്ലാത്ത ട്രൗസർ നോക്കി കിടക്കണം, അത് നോക്കുന്നു. അതവരുടെ ക്യൂ ആണ്. അത് തന്നെ കാലത്തെ കൂട്ടുകാർ. അതെ, അത് തന്നെയല്ല ഇവരെന്തോ സംസാരിക്കുന്നു എന്നുള്ളത് നമുക്കറിയുള്ളൂ. ഇയാളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ആരോ വരുന്നു, ഇവരും സംസാരിക്കുന്നു, ഇയാളുടെ കടമ നോക്കുന്നു. അതുപോലെ തന്നെ ഈ സുമിയുടെ കാര്യത്തിലാണെങ്കിലും സുമി കുറേ നേരം വെറുതെ നിന്നിരുന്നു. ആ സുമി കറക്റ്റായിട്ട് മടക്കുന്നു, എടുക്കുന്നു, ഷർട്ട് എടുത്ത് ഫിഷറി പോലെ ഇടുന്നു. പിന്നെ ഇക്ക പറഞ്ഞ പോലെ സാധാരണ എനിക്കൊക്കെ ഈ ഹൈറ്റ് ഇല്ലാത്തവർക്ക് പറ്റുന്നൊരു കാര്യമാണ്. ഡ്രോ കാണിച്ചിട്ടുണ്ട് ആ സാധനം, ആ മഞ്ഞ അതല്ല, അത് കുറേ ഞാനും പോയിട്ടുണ്ട്. പക്ഷെ കവന്ന് വീഴുന്നത് പോകുന്നതും ആദ്യമായിട്ട്. ഈ ക്ലൈമാക്സ് ഒരിക്കലും ഈ ഒരു ലക്കി ഡ്രോ വരുമെന്നുള്ള കാര്യം ഉറപ്പേ ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവർ തമ്മിൽ കണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നു, എന്തെങ്കിലും ക്ലാഷ് വരുന്നു, ഇതൊക്കെയാണ്. പക്ഷേ ഈ ലക്കി ഡ്രോ എപ്പോഴുള്ള കാര്യമാണ്. അതപ്പം തന്നെ നറുക്കെടുക്കുക, അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ്, അതിൻ്റെ ഫൈനലിസ്റ്റിനെ അറിയാൻ വേണ്ടിയുള്ള അനൗൺസ്മെൻറ്റ്, ഒരു വലിയ
കോടികൾ വില മതിക്കുന്ന ഒരു പ്രൈസ് മണി പോലും ഇങ്ങനെ അനൗൺസ് ചെയ്യില്ല. അതെ. അനൗൺസ് ചെയ്യട്ടെ, ഇവരുടെ ഹാർട്ട് എനിക്ക് ബീറ്റ് ഇവരുടെ ഹാർട്ട് ബീറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹമൊക്കെ വന്നിട്ട് ഇവന്റെ സ്കെയിൽ ഒടിക്കുന്നു. അത് ഭയങ്കര രസമാണ്. ക്ലൈമാക്സ് വരെ നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി എവിടെയോ ചെറിയൊരു വലിച്ചിൽ വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈ സംസാരമില്ലാത്ത സമയത്താണോ, അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അടിപൊളി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു പ്രസാദേട്ടാ. കാലഘട്ടത്തിനനുസൃതമായ സ്കിറ്റ്. കാരണം ഓണക്കാലം കഴിഞ്ഞു. ഓണക്കാലത്ത് നമ്മൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പൂരപ്പറമ്പാണ്. അവിടെ നമ്മളെ മൈൻഡ് ചെയ്യാൻ പോലും ഒരാളുണ്ടാവില്ല. പക്ഷെ ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് ചെന്ന് നോക്കിയേ, ശരിക്കും ഒരു പൂരപ്പറമ്പ് എല്ലാം കഴിഞ്ഞൊരു പൂരപ്പറമ്പ് പോലെ ആയിരിക്കും. ആ ഓണം കഴിഞ്ഞ സമയത്ത് തന്നെ ഇത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ബ്രില്യൻസ്. അതുമാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ എടുത്തിങ്ങനെ ഇട്ട് തരും ഈ സെയിൽസ് ഗേൾസ്. എവിടെ ചെന്നാലും അങ്ങനെയാണ്. പക്ഷെ അവരുടെ ഉള്ളിലൊരു നൊമ്പരമുണ്ട്, ഒരു വേദനയുണ്ട്. ആ വേദന കൃത്യമായിട്ട് സുമി കൊണ്ടുവന്നു. കാരണം ചിരിച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലൊരു അമർഷമുണ്ടേ. ആ അമർഷം മനസ്സിലാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്ലസ് പോയിന്റ്. ശരിയല്ലേ? പിന്നെ ഇവർ രണ്ടുപേരും ശരിക്കും കാറെന്ന് ഓർത്തിട്ടാണ് ബഹളം തുടങ്ങിയത്. പക്ഷെ അവസാനം ഈ ടോയ് കാറാന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ബഹളം മാറ്റിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഈഗോ ഇല്ലയോ, അതുകൊണ്ട് രണ്ടുപേരും വീണ്ടും അതങ്ങ് അഭിനയിച്ചു എന്നുള്ളതാണ്. ആ ഒരു സ്കിറ്റിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, സ്കിറ്റിൻ്റെ ഒരു വർക്ക്. ആ വർക്കും നന്നായിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നന്നായിട്ടുണ്ട്. അതന്നെയല്ല ഒരു കസ്റ്റമർ നിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു കസ്റ്റമറാണ് നമുക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ചേഞ്ച് എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. ആ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അന്ന് മാറിയെന്ന് അത് എല്ലായിടത്തും അങ്ങനെയുള്ളൂ. അത് കൃത്യമായിട്ട് സമയത്ത് വരികയും ചെയ്തു. അതെ അതെ. ഓക്കെ, ഐശ്വര്യമായിട്ട് മാർക്ക് കൊടുക്കുക. ഈ ടെക്സ്റ്റൈൽസിന് എത്ര ആരാണ് ആദ്യം മാർക്ക് കൊടുക്കുന്നത്? എത്രയാണ് കൊടുക്കുന്നത്? ഞാനൊരു 16,000 രൂപ കൊടുക്കും. 16,000 രൂപ. ഞാൻ ഒട്ടും താഴുന്നില്ല, 16 തന്നെ. 32,000 രൂപ. പ്രസാദേട്ടാ അയക്ക്. അത് കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. നന്നായി ചേർത്ത് അയച്ചോ. ടോട്ടൽ എമൗണ്ട് 71,000 രൂപ. അടിപൊളി, നല്ല മാർക്കാണ്. പലാകങ്ങ് മാറിയിരുന്നെങ്കിൽ 75 75,000 അത് അടുത്ത പ്രാവശ്യത്തിൽ പിടിക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം കടയിൽ വരുമ്പോൾ എനിക്കൂടെ കുറച്ച് നല്ല ഷർട്ടൊക്കെ ഇടാം. കാറുമായിട്ട് പോട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ സമയം കഴിഞ്ഞു ഗായ്സ്. നമുക്ക് വീട്ടിൽ പോണം. നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് പോവാം. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ മടങ്ങി വരാം. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. നന്നായിട്ട് പോയി കിടന്നുറങ്ങുക. ഉഷാറായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതിലും കൂടുതൽ ചിരികൾക്കായി നമ്മൾ തിരിച്ചു വരും. ഓക്കെ, അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.